എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനേ പ്ലൈവുഡ് മേഖലയിലാണ് എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. പെരുമ്പാവൂരത്തെ പ്ലൈവുഡ് മാനുഫാക്ചറിങ് ഡീറ്റെയിലായിട്ട് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലൈവുഡിൻ്റെ പെരുമ്പാവൂർ പ്ലൈവുഡ് എങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോകണം. നേരെ വീഡിയോയിലേക്ക് പോകും. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാനുഫാക്ചർ യൂണിറ്റ് ഉണ്ട്, അങ്ങോട്ടോടൊക്കെയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പ്ലൈവുഡ് കമ്പനിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന യൂണിറ്റ് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ വണ്ടി ഓടിയിട്ടേക്കണേ. കാണുന്ന തടി, അതായത് ടിമ്പറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ജംഗിൾ എന്ന് പറയുന്ന ഈ കാട്ടിലെ പാഴ്ത്തടികളും ഈ കാണുന്ന തടികളും, അതുപോലെ തന്നെ ഈ റെഡ് കളറിൽ കാണുന്ന മാഗണി പോലുള്ള തടികളൊക്കെയാണ്. അതുപോലെ തന്നെ റബ്ബർ, പിന്നെ അതുപോലെ തന്നെയുള്ള അതുപോലെ കുറേ മരങ്ങളാണ് പ്രധാനമായിട്ടും ഇതുപോലെ മാനുഫാക്ചറിങ് കാര്യങ്ങൾക്കായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കിടക്കുന്ന തടി ആദ്യം ഇതാ കാണുന്ന മെഷീനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ അടുത്ത് പോയി ക്ലോസ് ആയിട്ട് കാണിക്കാം. ആ മെഷീനിൽ ഇട്ടിട്ട് ആദ്യം തൊലി കളിഞ്ഞെടുക്കും. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. തടികൾ ഇങ്ങനെ ഒരുമിച്ച് കിടക്കണോണ്ടേ ഇവരാദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള തടികൾ ആദ്യം ഇങ്ങനെ ഫ്രണ്ട് സൈഡിലേക്ക് അട്ടിയിടും. നമ്മൾ കാണാൻ പോണ ഈ പ്രോസസ്സായിട്ട് ചെക്ക് അടിക്കുക എന്ന് പറയുന്നത് നോക്കിക്കോണേ. ഇതിൽ മിക്ക തടിയും നല്ല ഭാരമുള്ള തടികളാണ്ട് ഇതിൻ്റെ ചെയിൻ്റെ സഹായത്തോടെയൊക്കെ അവരത് ഉയർത്താനായിട്ട് ഉപയോഗിക്കണേ. മെയിനായിട്ടുള്ള പാർട്ട് ലേബർ എന്ന് പറയുന്നത് ഇവർ ഈ പണിക്കാർ തന്നെയാണ്. ഇവർ ഈ ചെയിൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോക്ക് പോലെ സംഭവം അതിനെ തടിയിലേക്ക് അടിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ആ കാണുന്ന ഐറ്റം ഉണ്ടോ, അത് അവിടെ ഒരു വിലയാണ്, അതാണ് ചെക്ക് എന്ന് പറയുന്നത്. അതിലേക്കാണ് അവർ ഈ തടി ഈ ചെയിനിൽ ഉയർത്തിയിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. നോക്കിക്കോ, കറക്റ്റ് ആ തടി പൊക്കി ആ ചെക്കിന് എടുത്താകുമ്പോൾ ഇതിൽ ഓപ്പറേറ്റർ ഉണ്ടല്ലോ, ഈ മെഷീൻ്റെ ഓപ്പറേറ്റർ ആ ചെക്ക് തടിയിലേക്ക് അടുപ്പിച്ചിട്ട് അത് ലോക്ക് ചെയ്യും. ഇപ്പോൾ അവനത് ആ തടി അതിൽ അടുപ്പിച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വേണം ഇതിലിപ്പോൾ ഈ മുകളിൽ കാണുന്ന തൊലി കാണുന്നുണ്ട് അവർക്ക്, ആ തൊലി അവർ റിമൂവ് ചെയ്തെടുക്കും. കണ്ടോണേ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണ്ടോ. അങ്ങനെ തൊലി ഇതാ ഇങ്ങനെ കാണും പോലെ ഫീൽ ചെയ്തെടുക്കും. അവിടെ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ഐറ്റംസേ ഇവിടെ ഇങ്ങനെ താഴെ കുറച്ച് പേര് കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഐറ്റം ഗ്രേഡ് ചെയ്യും. തൊലി കളഞ്ഞെടുത്ത മെഷീൻ്റെ അല്ലേ, അതിൻ്റെ പേരാണ് കേട്ടോ ടസ്കർ. ആ തൊലി അടിഞ്ഞിട്ട് ഇവിടെ കൊണ്ട് സ്റ്റോക്ക് ചെയ്യും. നല്ല ഹാർഡ് വർക്കുള്ള ഒരു പരിപാടി ആയിട്ടത്. നമ്മൾ കേൾക്കുമ്പോൾ അത്ര എളുപ്പമല്ലേ. അവർ ആ തടി വന്നിട്ട് വലിയ തടി ആയതുകൊണ്ട് അത് അവർ താഴെ സ്റ്റോക്ക് ചെയ്യാതെ അവർ നേരെ കൊന്നിട്ട് ഈ മെഷീനിലേക്ക് ഇടും. ഈ മെഷീനാണ് ചൈന മെഷീൻ. പ്ലൈവുഡിൻ്റെ മാനുഫാക്ചറിൽ തന്നെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു ചൈന മെഷീൻ. ചൈന മെഷീനിൽ ആ തടി ഫീൽ ചെയ്യണം കേട്ടോടെ. ഈ പീൽ ചെയ്തെടുക്കുന്ന തടിയിലേ ഇതുപോലെയുള്ള ഫുള്ളും വിനീറും ഉണ്ടാവും, അതുപോലെ തന്നെ കാണുന്ന പോലെ പാളി പീസും ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഹോളില്ലാതെ കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു എക്യുപ്മെൻ്റാണിത്. ഇതിൻ്റെ പേരാണ് ക്ലിപ്പർ എന്ന് പറയുന്നത്. ഒരു പീലിംഗ് സെറ്റപ്പിൽ 7-8 എണ്ണം ഉണ്ടാവും. ഇങ്ങനെ ചുറ്റും നിന്നിട്ട് ഇവർ ഇതിൻ്റെ ഈ പീസുകൾ കൃത്യമായിട്ട് ഹോളില്ലാതെ ഇവിടുത്തെ പണിക്കാർ തന്നെ എന്ത് ചെയ്യും, കട്ട് ചെയ്തെടുക്കും. ഇതിലോ മുതലാളിയിലെ ഒരാളാട്ടാ. മുതലാളി നമസ്കാരം. പേരെന്ന് പറഞ്ഞ പേര്? ചാനലിൽ ഒരുപാട് പേര് ഇത് ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ, ഈ പ്ലൈവുഡിൻ്റെ മാനുഫാക്ചറിങ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ച് വന്നതാണ്. ഇത് ഈ കാണുന്ന മെഷീനറിയാണ് ഡ്രയർ എന്ന് പറയുന്നത്. അവർ ഈ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഈ വിനേഴ്സ് ഉണ്ടല്ലോ, ഈ വിനേഴ്സ് ഈ കാണും പോലെ ഈ മെഷീനിലിട്ട് അവർ ഡ്രൈ ചെയ്തെടുക്കും. ഈ പരിപാടിക്കാണ് ഫീഡിംഗ് എന്ന് പറയുന്നത്. ഇവരുന്ന് ഈ വൺ സൈഡ് ഈ ഡ്രൈ ചെയ്ത് വിനീർ അപ്പുറത്തെ സൈഡ് അവർ ഡ്രൈ ചെയ്തതിന് ശേഷം കളക്ട് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ നല്ല ടെമ്പറേച്ചറാണ്, ഹൈ ടെമ്പറേച്ചറായിരിക്കും. ഈ ഹൈ ടെമ്പറേച്ചറിലാണ് ഈ വിനീർ ഉണക്കി കിട്ടുന്നത്. കാണിച്ചു തരാം കേട്ടോ. അപ്പുറത്ത് ഇനി എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് കാണിക്കാവേ. അപ്പുറത്തുനിന്ന് ഉണക്കാൻ വിടുന്ന വിനീറില്ലേ, അത് ഇവിടെ വന്ന് നേരെ ഉണങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ഇവർ ഇതിന് കളക്ട് ചെയ്യും. ഇവിടുന്ന് ഈ വിനീർ ഇവിടുന്ന് നേരെ പോകുന്നത് കോർ കട്ടിംഗ് എന്ന സെക്ഷനിലൊക്കെ കാണിക്കാവേ. ഈ കാണുന്ന സെക്ഷനാണ് കോർ കട്ടിംഗ് എന്ന് പറയുന്നത്. അവിടുന്ന് ഡ്രയറിൽ നിന്ന് ഉണക്കിക്കൊണ്ടിരുന്ന വിനീർ ഇവിടെയാണ് ഇവർ ഗ്രേഡ് ചെയ്യേണ്ടത്. കാരണം ഈ ചില വിനീഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹോൾ ഉണ്ടാവും, ചിലത് ഇതുപോലെ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഇത് ഫേസ് കോർ, റഫ് കോർ, ലോങ് കോർ, അങ്ങനെ പല ഇനത്തിലുള്ള ഇത് പോണേ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഗ്രേഡിങ് നടക്കുന്നത് ഇവിടെയാണ്. ഈ ഗ്രേഡ് ചെയ്തെടുക്കുന്ന വിനീറിലൂടെ എന്താണെന്ന് വെച്ചാൽ ഈ മെഷീൻ കണ്ടാ, ഈ മെഷീനിൽ ഇവിടെ ആ വിനീറുകൾ കറക്റ്റായിട്ട് അട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ കാണുന്ന കട്ടർ ഉപയോഗിച്ചിട്ട്
ഫിനിഷിങ്ങോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യും, അതിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് ഗ്ലൂ സ്പ്രെഡർ എന്ന് പറയുന്നത്. ഇതിൽ വിനേഴ്സിൽ അവിടെ നിന്ന് ഒണങ്ങി വരുന്ന വിനേഴ്സ് നമ്മൾ ഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഗ്രേഡ് ചെയ്ത് വരുന്ന വിനീർ ഇതുപോലെ ഒട്ടിക്കാനായിട്ട് നമുക്ക് ഗ്ലൂ സ്പ്രെഡ് ചെയ്ത് വരുന്നത് ഈ മെഷീനിൽ കൂടെ. ഇതിനാണ് നമ്മൾ ഗ്ലൂ സ്പ്രെഡർ എന്ന് പറയുന്നത്. വിനേഴ്സിലേക്ക് ഗ്ലൂ മിക്സ് ചെയ്തത് എങ്ങനെയാണ് കേട്ടോ, ഇതാണ് പ്രോസസ്സ്. ഈ ഐറ്റംസിലെല്ലാം ഒരു പ്രത്യേക pH ഉള്ള പശയാണ് ഈ പർപ്പസായിട്ട് ഉപയോഗിക്കുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്നത് സെമി ഹാർഡ്വുഡ് എന്ന് പറയുന്ന ക്വാളിറ്റിയിലുള്ള പ്ലൈവുഡാണ്. അപ്പോൾ ഇതിലേക്ക് പ്ലൈവുഡിലേക്ക് വിനീഴ്സ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ പ്രോസസ്സായിട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഈ പശ ചേർത്ത ലൈൻ അതിന് ഗ്ലൂ ലൈനും മറ്റേതിനെ ലോങ് കോർ എന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള റഫായിട്ടുള്ള വിനീഴ്സ് എല്ലാം കൃത്യമായിട്ട് ഗ്യാപ്പില്ലാതെ അടുക്കി വച്ചതിന് ശേഷം അതിൽ ഏറ്റവും ഫൈനൽ ലെയർ ആയിട്ടുള്ള ഫേസ് കോറാണ്, ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള കോറ് ഫേസ് കോറായിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതായി കാണുന്ന ഐറ്റം കിട്ടാം. ഇതാണ് ഫേസ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഐറ്റാണ് ഫേസ് എന്ന് പറയുന്നത്. ഇടാലോ ഫേസ് വിനിയർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു മെറ്റാലിക് പ്ലേറ്റ് വെച്ച് കൊടുക്കും. നോർമലി ഇത് അലൂമിനിയം പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ മെറ്റൽ പ്ലേറ്റ് വെച്ച് കൊടുക്കും. എന്നിട്ട് അടുത്ത പ്ലൈവുഡിനുള്ള ലെയേഴ്സ് അതിൻ്റെ മുകളിൽ വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കും. നേരത്തെ കണ്ടുള്ള പ്ലൈവുഡ് ലോഡ് ചെയ്യാനുള്ള ഐറ്റം ഇവിടെ ഫുള്ള് ലോഡായിട്ട് ഇരിപ്പുണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ സിസർ ലിഫ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി ഐറ്റം ഈ കാണുന്ന പ്രസ് എന്ന് പറഞ്ഞാൽ മെഷീൻ്റെ ഉള്ളിലേക്ക് അവർ ലോഡ് ചെയ്യും. ശരിക്കും നല്ല കൗതുകരമായിട്ട് കാഴ്ച കേട്ടത്. പ്ലൈവുഡ് ഇതായി കാണുന്ന രീതിയിൽ നേരെ പ്രസ്സിൻ്റെ ഉള്ളിലേക്ക് അവർ ലോഡ് ചെയ്യും. കൈകൊണ്ട് തന്നെ ആയിട്ടോ ലോഡ് ചെയ്യണേ. ആ ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലേയേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും ഇളക്കൊന്നും തെറ്റാതെ കൃത്യമായിട്ട് നോക്കി ചെയ്യണം. ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ലേബേഴ്സ് ആയിരിക്കും കേട്ടോ ഈ പ്രസ്സിലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം. ഈ ലോഡ് ചെയ്യുന്ന ഐറ്റംസ് അൺലോഡ് ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ ഘടനയിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. അത് നമുക്ക് അൺലോഡ് ചെയ്യുമ്പോൾ കാണാവേ. പ്രസ്സിൻ്റെ ഉള്ളിൽ നല്ല ടെമ്പറേച്ചറും അതുപോലെ തന്നെ നല്ല പ്രഷറും ഉണ്ട്. നല്ല ഹൈ പ്രഷറിൽ നല്ല ടെമ്പറേച്ചറിലാണ് ഐറ്റം ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നേരത്തെ ലോഡ് ചെയ്ത് വെച്ചിരുന്ന പ്ലൈവുഡ് ഉണ്ടല്ലോ, ഇതിൽ പ്രസ്സിൽ ലോഡ് ചെയ്ത പ്ലൈവുഡ് അത് ഇത് അൺലോഡ് ചെയ്യാവുന്ന പ്രോസസ്സായിട്ടേ കാണുന്നത്. നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഓരോ ലെയറായിട്ട് അത് ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് അവർ പ്ലൈവുഡ് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടുപേരും വന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഈ പ്ലൈവുഡ് നേരെ അൺലോഡ് ചെയ്തെടുക്കും. ഇപ്പോൾ ഈ ലോഡ് ചെയ്തേക്കുന്ന പ്ലൈവുഡിനും അതിൻ്റെ ഒപ്പമുള്ള പ്ലേറ്റിനും നല്ല ചൂടായിട്ട് ഇരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് അവർ ഈ ഹാൻഡ് ഗ്ലൗസ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. പ്രസ്സിൽ നിന്ന് നമ്മളിപ്പോൾ അൺലോഡ് ചെയ്ത് വെച്ചാണ് അൺലോഡ് ചെയ്തേക്കുന്ന പ്ലൈവുഡാണ് അത്. പ്രസ്സിൽ നിന്ന് അൺലോഡ് ചെയ്ത് വെക്കുന്ന പ്ലൈവുഡ് അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ലോങ്ങും ക്രോസും ഈ വീഡിയോസോടെ ഹെൽപ്പോടെ കട്ട് ചെയ്തെടുക്കും. അവിടെ നിന്ന് നമ്മൾ കോർ കട്ടിങ്ങും പ്രസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നെങ്കിൽ ഇനി ഇവിടെ നിന്ന് കാണുന്നത് ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കാണ്. പ്രസ്സും ഒട്ടിക്കലും പ്ലൈവുഡ് ഉണ്ടാക്കലായിരുന്നു കഴിഞ്ഞു. ഇനി ഇവിടെ ഉള്ളതിൻ്റെ ഫിനിഷിംഗ് വർക്കും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സാണ് ഈ DD-Saw കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അട്ടിയിട്ട് വെച്ച് ഇതിൽ കുട്ടിയടിക്കുക എന്നുള്ളത്. ഈ കട്ട് ചെയ്യുന്ന ഐറ്റം അവരിങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കും, ഇതിൽ അട്ടിയിട്ട് വയ്ക്കും. എങ്ങനെ അട്ടി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി പ്ലൈവുഡിൽ ചെറിയ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെന്തായാലും എഡ്ജ് കട്ട് ചെയ്യുമ്പോൾ വരുന്നതാണ്. അത് അവരെന്ന് വെച്ചാൽ അവരിത് പുട്ടി ചെയ്തിട്ട് അതിൻ്റെ എഡ്ജ് ഗ്യാപ്പ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് വെക്കും. ഈ കാണുന്ന മെഷീൻ കണ്ടോ, ഇതാണ് സാൻഡിങ് മെഷീൻ എന്ന് പറയുന്നത്. ഈ മെഷീൻ എന്ന് പറയുന്നത് ഒരു ബ്രഷ് റബ്ബിങ് മെത്തേഡാണ്. ഇതിൽ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഫേസിൻ്റെ മുകളിലുള്ള ഈ ചെറിയ കറകളും അതുപോലുള്ള ചെറിയ പാടുകളും കാര്യങ്ങളെല്ലാം പോയിട്ട് പ്ലൈവുഡ് നമ്മൾ ഈ കാണുന്ന രീതിയിലേക്കുള്ള ഫൈനൽ പ്രൊഡക്റ്റായിട്ട് വരും. ഇതിൻ്റെ സർഫേസ് ഉണ്ടോ, ഇത് കുറച്ചുകൂടി സ്മൂത്തായിട്ട് നല്ല പോളിഷ്ഡ് ചെയ്തുപോലെ ഇരിക്കുന്നില്ലേ. ഈ ഒരു സർഫേസിലേക്ക് പ്ലൈവുഡ് മാറ്റം വരും. പ്ലൈവുഡ് ഇതേ കാണുമ്പോൾ സൈഡ് ഫിനിഷിലേക്ക് വരും. നല്ല ക്ലിയർ ആയിട്ട് നല്ല ഫിനിഷ്ഡായിട്ട് ഇരിക്കും. ഗ്യാപ്പുകളൊക്കെ അടഞ്ഞ് ഇതിന് പുറമെ ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്നുകൂടി ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് ഇതിന് സൈഡ് കളർ കൊടുക്കുന്നത്. ഒന്നല്ലെങ്കിൽ റെഡ് വാർണിഷോ കോഫി ബ്രൗൺ കളറുള്ള പെയിൻറ്റോ ഏതാണോ ഇതിൻ്റെ ബയർ ആവശ്യപ്പെടുന്ന ആ രീതിയിലേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സർഫേസിൻ്റെ മുകളിൽ ഇനി അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിങ് കൂടി കൊടുക്കും. ISA ഉണ്ടാവും. അതുപോലെ തന്നെ അതുപോലുള്ള ബ്രാൻഡിങ് കാര്യങ്ങളും കൊടുത്തിട്ട് ഇതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റിയതിന് ശേഷം അവർ ട്രക്കറിൽ ഇത് ലോഡ് ചെയ്യും. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ബേസിക് പ്ലൈവുഡിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. നിലവിലിപ്പോൾ കേരളത്തിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ബയേഴ്സ് ഉണ്ട്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് അങ്ങനെ പല രീതിയിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബയേഴ്സ് ഇപ്പോൾ ഓൾറെഡി കേരളത്തിലുണ്ട്. അപ്പോൾ ഇവർക്കാണ് മെയിനായിട്ട് സപ്ലൈ ആവുന്നത്. ഇന്ത്യൻ പ്ലൈവുഡ് വ്യവസായ മേഖലയിലെ ഒരു ക്യാപിറ്റൽ തന്നെയാണ് നമുക്ക് പെരുമ്പാവൂർ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിൻ്റെയൊക്കെ മെയിൻ കണ്ണും കരുത്തും നമ്മളെല്ലാവരും ബംഗാളികൾ എന്ന് വിളിക്കുന്ന ഈ ഭായിമാരാണ് കേട്ടോ. ഇവരാണ് ഇതിന് എല്ലാ ലേബർ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ കാണുന്നില്ലേ, മൊത്തം വേർത്തൊലിച്ച് കാണുന്നില്ലേ. അതെന്ന് വെച്ചാൽ ഈ ടെമ്പറേച്ചറിൻ്റെ ഉണ്ടോ. അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ നല്ല ചൂടാണ്.
ഈ ചൂടത്ത് എല്ലാം മറന്ന് അവരുടെ അവരുടെ വയറ് നിറയ്ക്കാനും അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ടാണ് ഈ പാവങ്ങളോട് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇവരെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പെരുമ്പാവൂരിൽ തല്ലി ഓടിക്കുന്നത്. എല്ലാ കൂട്ടത്തിലും കുറച്ച് മോശം ആൾക്കാരുണ്ട്. ആ മോശം ആൾക്കാരാണോ അവരെയാണ് തല്ലി ഓടിക്കേണ്ടത്. ഇവരെ തല്ലി ഓടിക്കേണ്ട കാര്യമില്ല. ഇവരൊക്കെ നന്നായിട്ട് മേലണങ്ങി പണിയെടുത്തിട്ട് കിട്ടുന്ന പൈസ അവരുടെ നാട്ടിൽ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടോ. ഇവനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് പേജിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. പുള്ളിക്ക് വൈറലാവണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അന്ന് എടുക്കണം നമ്മുടെ വീഡിയോയിലൊക്കെ പുള്ളി കയറി വരും. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടന്റ് ഇഷ്ടപ്പെടേണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ കാണാം. ബൈ.